ഞാനൊരു യാത്ര പോവാണ് കേട്ടോ. ഈ യാത്ര കൊൽക്കത്തയിലേക്കാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന, കഥകൾ പിറവിയെടുക്കുന്ന നാട്ടിലേക്ക്. ഇതിനു മുൻപ് ഒരുപാട് തവണ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയൊരു ട്രിപ്പും കൂടിയാണിത്. പിന്നെ ഇതൊരു സോളോ ട്രിപ്പാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനൊരു സോളോ ട്രിപ്പ് പോകുന്നത്. അതിൻ്റേതായ ഒരു ടെൻഷനും പേടിയും എന്നാൽ അതിനേക്കാളേറെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്ത് ദീദിമാരോടും എൻ്റെ ഫ്രണ്ട്സിനോടുമെല്ലാം യാത്ര പറഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിക്ക് പുറത്തിറങ്ങി. ഇതൊരു ട്രൈബൽ ഏരിയ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ബസ്സൊന്നും പോകുന്ന ഒരു റൂട്ടല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും പോകുന്ന വല്ല ജീപ്പോ കാറോ ഒക്കെയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ടൗണിലേക്ക് പോകാനുള്ള മാർഗം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷമാണ് ഈ കാറ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിൽ എന്നോടൊപ്പം ഈ ഒരു ഫാമിലിയും യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ പെൻട്രയിലെത്തി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എത്തി ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതും എനിക്ക് പോകാനുള്ള ട്രെയിൻ എത്തി കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ ട്രെയിനിൽ. അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊരു ബോഗി നോക്കിയാണ് ഞാൻ കയറിയത്. ഭാഗ്യത്തിന് എനിക്ക് അവിടെ ഇരിക്കാനും സീറ്റ് കിട്ടി കേട്ടോ. അതും വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ ഇത് നേരെ കൊൽക്കത്തയിലേക്കുള്ള ട്രെയിൻ അല്ല കേട്ടോ, ഇത് ബിലാസ്പൂരിലേക്കുള്ള ട്രെയിനാണ്. അപ്പോൾ ബിലാസ്പൂരിൽ നിന്ന് രാത്രി 7 മണിക്കാണ് കേട്ടോ എനിക്ക് കൊൽക്കത്തയിലേക്കുള്ള ട്രെയിന്. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ ബിലാസ്പൂർ എത്തി. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയതും ഞാൻ നേരെ പോയത് സ്റ്റേഷനടുത്തുള്ള ഒരു സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ നന്നായി വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവിടെയുള്ളൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞാനൊരു ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കാണാൻ വലിയ കുഴപ്പമില്ലെങ്കിലും വലിയ ടേസ്റ്റൊന്നും ഇല്ലാട്ടോ ഈ ബിരിയാണിക്ക്. എങ്കിലും നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞാൻ അത് മുഴുവനും കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. പിന്നെ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇനി ട്രെയിന് വരാനുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ രാത്രിയായി, നമുക്ക് പോകാനുള്ള ട്രെയിന് വന്നു. അപ്പോൾ RAC ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് പോകാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. കിടക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല ട്രെയിനിൽ നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ ഇരുന്നുറങ്ങി ഞാൻ നേരം വെളുപ്പിച്ചു. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ ബംഗാളിൻ്റെ മണ്ണിലെത്തിയിട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹൗറ സ്റ്റേഷനിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ചെടികൾ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് സ്റ്റേഷന് അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് 50 രൂപ കൊടുത്താൽ 1 മണിക്കൂറിന് AC ചെയർ കിട്ടും. പിന്നെ നമുക്ക് ഫ്രഷ് ആവാനുള്ള സൗകര്യവുമുണ്ട്. അങ്ങനെ ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഞാൻ കൊൽക്കത്ത കാണാൻ റെഡി ആയിട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയതും ആദ്യം ഞാൻ കണ്ടത് കൊൽക്കത്തയുടെ ഹൈലൈറ്റുകളിൽ ഒന്നായ മഞ്ഞ അംബാസിഡർ ടാക്സി ആയിരുന്നു കേട്ടോ. തിരക്കേറിയ നഗരമാണ് കേട്ടോ കൊൽക്കത്ത. ഒരു ദിവസം തന്നെ എണ്ണിയാൽ തീരാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിറങ്ങുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കടകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഓരോന്നും കാണുമ്പോൾ കഴിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ഒന്നും കഴിച്ചില്ല. കാരണം ഒറ്റയ്ക്കല്ലേ, ഇത് കഴിച്ച് വല്ല പണിയും കിട്ടിയാൽ കുടുങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയില്ല. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് നമ്മുടെ ഹൗറ ബ്രിഡ്ജ്. കൊൽക്കത്തയെയും ഹൗറയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള ഒരു ഉരുക്കു പാലമാണ് ഹൗറ ബ്രിഡ്ജ്. രവീന്ദ്ര സേതു എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ബ്രിഡ്ജുകളിൽ ഒന്നാണ് കേട്ടോ ഈ ഹൗറ. അപ്പോൾ ഇവിടുന്ന് നേരെ പോയി ഒരു ഇടുങ്ങിയ പടവുകൾ ഇറങ്ങിയാൽ നമ്മൾ നേരെ എത്തുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയതും എന്നാൽ പഴക്കമേറിയതുമായ ഫ്ലവർ മാർക്കറ്റിലാണ്. മുല്ലിഗഡ് എന്നാണ് ഈ ഫ്ലവർ മാർക്കറ്റിൻ്റെ പേര്. ഗട്ട് എന്നാൽ കടവ് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഹൂഗ്ലിയുടെ കടവിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഈ മാർക്കറ്റിന് മുല്ലിഗഡ് എന്ന പേര് വന്നത്.
അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഹൗറ ബ്രിഡ്ജിൻ്റെ മനോഹരമായൊരു വ്യൂ കിട്ടും കേട്ടോ. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ മുല്ലിഗട്ടിലെ പുഷ്പവസന്തം കണ്ട് ഞാൻ വീണ്ടും തിരിച്ച് ഹൗറ ബ്രിഡ്ജിന് അടുത്തുള്ള ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഞാൻ അവിടെ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ കട കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് വാങ്ങി കുടിച്ചു. നേരം വെളുത്തിട്ട് ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മാത്രമല്ല എനിക്ക് കരിമ്പ് ജ്യൂസ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് എവിടെ കണ്ടാലും വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ ഞാനിനി നേരെ പോകുന്നത് സെൻറ്റ് പോൾ കത്തീഡ്രൽ ചർച്ചിലേക്കാണ്. അപ്പോൾ ഇവിടെ ബസ്സിൽ സ്ഥലപ്പേരുണ്ടാവില്ല, പകരം നമ്പറാണ്. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ച് അവിടേക്കുള്ള ബസ് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ കയറിയത്. അപ്പം AC ബസ്സിലാട്ടോ ഞാൻ കയറിയത്. അപ്പോൾ സാധാ ബസ്സിൽ 8 രൂപയും AC ബസ്സിൽ 30 രൂപയുമാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഹൗറ ബ്രിഡ്ജിലൂടെയാണ് ബസ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഹൗറ ബ്രിഡ്ജിന് നല്ലൊരു വ്യൂ കിട്ടും. അങ്ങനെ ബസ് ഇറങ്ങി. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നടക്കുന്നതിനിടയിലാണ് ഞാൻ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് കണ്ടത്. അപ്പോൾ ഇവിടെ പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു പഴയ കാല ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞാൻ വീണ്ടും നടന്നു. കുറച്ച് ദൂരം നടന്നതും ബിർള പ്ലാനറ്റോറിയത്തിൻ്റെ അടുത്തെത്തിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ സെൻറ്റ് പോൾ കത്തീഡ്രൽ ചർച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ 10 രൂപയാണ് കേട്ടോ നമുക്ക് എൻട്രി ഫീ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞാൻ നേരെ അകത്തേക്ക് കയറി. ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിലാണ് കേട്ടോ ഈ ചർച്ച് പണിതത്. അപ്പോൾ വെള്ള മാർബിളിലാണ് ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. ചർച്ചിൻ്റെ ഉള്ളിലെ ചിത്രപ്പണികളെല്ലാം തന്നെ ഏകദേശം യൂറോപ്യൻ നിർമ്മാണ രീതിയോട് സാദൃശ്യമുള്ളതാണ്. അങ്ങനെ ചർച്ച എല്ലാം കണ്ടു കഴിഞ്ഞു. ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ഇനി അടുത്തതായിട്ട് ബിർള പ്ലാനറ്റോറിയം കാണണമെന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് ഉള്ളിൽ കയറാൻ സാധിക്കില്ല. പുറത്തു നിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ മുന്നിൽ ഒരുപാട് ഐസ്ക്രീം കടകളുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു കടയിൽ നിന്നും ഐസ്ക്രീം വാങ്ങി കഴിച്ചു. അങ്ങനെ അതും വാങ്ങി കഴിച്ചുകൊണ്ട് ഞാൻ നേരെ വിക്ടോറിയ മഹൽ കാണാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം ഏകദേശം അടുത്തടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. വലിയ ദൂരമില്ല. ഒരു 10 മിനിറ്റ് നടക്കാവുന്ന ചുറ്റുവട്ടത്താണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിക്ടോറിയേൻ്റെ അടുത്തെത്താനായിട്ടോ. ഞാൻ ശരിക്കും എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കൊൽക്കത്ത യാത്രയിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതിൽ ഒന്നാണ് വിക്ടോറിയ മഹൽ. അപ്പോൾ ഇവിടെ 30 രൂപയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊൽക്കത്തയുടെ അഭിമാനമായ വിക്ടോറിയ മെമ്മോറിയൽ. വിക്ടോറിയ രാജ്ഞി മരിച്ചപ്പോൾ കെയ്സൺ പ്രഭുവിൻ്റെ തീരുമാനപ്രകാരമാണ് അന്നത്തെ രാജതലസ്ഥാനമായ കൊൽക്കത്തയിൽ ഈ മാർബിൾ സ്മാരകം ഉയർന്നത്. വാസ്തുവിദ്യാ ശൈലികളുടെ സങ്കരമായ ഈ മഹൽ ഏകദേശം 20 വർഷമെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിന് ചുറ്റും ഏകദേശം 64 ഏക്കർ വരുന്ന ഗാർഡനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം ഞാൻ ഗാർഡനിൽ ഇരുന്നിട്ട് പുറത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ചു. നല്ല രസമാണ് ഇങ്ങനെ ഗാർഡനിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ കേട്ടോ. വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ചില ഭാഗങ്ങൾക്ക് താജ്മഹലിൻ്റെ സാദൃശ്യമാണെങ്കിൽ ചില ഭാഗങ്ങൾക്ക് ബ്രിട്ടീഷ് കൊട്ടാരങ്ങളുടെ സാദൃശ്യമാണ് കേട്ടോ. ഇരുപത്തഞ്ച് ഗാലറികളുള്ള ഒരു മ്യൂസിയം കൂടിയാണ് കേട്ടോ ഇത്. ഒരുപാട് ഛായാചിത്രങ്ങളും അന്നത്തെ കാലത്തെ രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കളും ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളുമെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അകത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞതും ഞാൻ വീണ്ടും ഗാർഡനിലേക്ക് തന്നെ വന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ മുതൽ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഓറഞ്ചും മഞ്ചും എല്ലാം കഴിച്ച് അവിടെ തന്നെ ഇരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ വിക്ടോറിയ മെമ്മോറിയലും നോക്കി ഈ ഗാർഡനിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ നമുക്ക് സമയമില്ല. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വീണ്ടും എൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ വിക്ടോറിയയിലെ കാഴ്ചകളെല്ലാം കണ്ടു. ഇനി അടുത്ത യാത്ര ഇന്ത്യൻ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊരു പാനിപ്പൂരി വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ കേട്ടോ. അത് നന്നായി എന്ന് തോന്നി, കാരണം വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക്.
അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്ക് ഞാനൊരു പാർക്ക് കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ എൻട്രി ഫീസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ അടുത്തുള്ള ആളുകൾക്കെല്ലാം വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ചെറിയൊരു റീഫ്രഷ്മെൻ്റൊക്കെ നടത്താൻ പറ്റിയ ചെറിയൊരു പാർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്നു. നല്ല ശാന്തമായ സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ വിശ്രമിച്ചതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ യാത്ര ആരംഭിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, ഞാൻ കഴിക്കുന്ന ഫുഡിനൊന്നും ടേസ്റ്റ് ഇല്ല കേട്ടോ. എനിക്ക് ഈ യാത്ര പുറപ്പെട്ടതിന് ശേഷം നല്ല ഫുഡൊന്നും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ബിരിയാണി ശരിക്കും ഒരു അബദ്ധമായിരുന്നു കേട്ടോ. കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നല്ല വിശപ്പുള്ളത് കൊണ്ടും അത്യാവശ്യം നല്ല പൈസ ഉള്ളത് കൊണ്ടും ഞാൻ ഒരു പകുതി ബിരിയാണി കഴിച്ചു. ബാക്കി എന്നെക്കൊണ്ട് കഴിക്കാനേ പറ്റിയില്ല. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക് നടക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി 2-3 മിനിറ്റ് നടന്നതും ഞാൻ ഇന്ത്യൻ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇതിന് പുറത്ത് നമുക്ക് ഒരുപാട് കടകൾ കാണാൻ സാധിക്കും. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ മ്യൂസിയം പുറത്ത് നിന്നും അകത്ത് നിന്നും എല്ലാം കാണാൻ. ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന 9 മ്യൂസിയങ്ങളിലൊന്നും, എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതുമായ മ്യൂസിയമാണിത്. പുരാതന സിന്ധു നദീതട സംസ്കാരം മുതൽ ആധുനിക ഇന്ത്യൻ സാംസ്കാരിക പൈതൃകം വരെ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. കല, പുരാവസ്തു, സസ്യശാസ്ത്രം, ജീവശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങി 6 വിഭാഗങ്ങളിലായി 60-ലധികം ഗാലറികളുള്ള ഒരു മ്യൂസിയം കൂടിയാണിത്. വംശനാശം സംഭവിച്ച ഒരുപാട് മൃഗങ്ങളുടെ ഫോസിലുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ന്യൂ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ന്യൂ മാർക്കറ്റിലേക്ക്. അപ്പോൾ 200-ലധികം സ്റ്റാളുകൾ കൂടിച്ചേർന്നതാണ് ഈ ന്യൂ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കേറിയ സ്ഥലമാണിത്. ന്യൂ മാർക്കറ്റിൻ്റെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നല്ല തിരക്കേറിയ സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഫോൺ ആരെങ്കിലും തട്ടിപ്പറിച്ചു കൊണ്ടുപോയാലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ന്യൂ മാർക്കറ്റിൻ്റെ എടുത്തിട്ടുള്ളൂ. വില പേശി നല്ല വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ന്യൂ മാർക്കറ്റ്. അങ്ങനെ ന്യൂ മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞതും അവിടുന്ന് നേരെ ബസ് കയറിയത് കാളിഘട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കാളിഘട്ടിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അങ്ങനെ ഞാനിപ്പം കാളിഘട്ടിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്നും അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. മൃഗബലി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് രക്തക്കറകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരമൊന്നും അവിടെ നിന്നില്ല, വേഗം തന്നെ പോന്നു. അങ്ങനെ കാളിഘട്ടിൽ നിന്നും യാത്ര തിരിച്ചത് കുമാർതൊലിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുമാർതൊലി, മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന സ്ഥലം. കൊൽക്കത്തയുടെ ശില്പവൈഭവത്തിൻ്റെ ലോകമാണ് കുമാർതൊലി. ദൈവങ്ങളുടെ പ്രതിമകൾ നിർമ്മിക്കുന്നത് കുലത്തൊഴിലാക്കിയവരാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ ദുർഗാപൂജയുടെയും സരസ്വതി പൂജയുടെയും സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനപ്പുറത്താണ് നമ്മുടെ കൊൽക്കത്തയിലെ ചുവന്ന തെരുവായ സോനാഗച്ചിയിലേക്കുള്ള വഴി. അപ്പോൾ അവിടേക്ക് നമുക്ക് ഇവിടേക്ക് വന്നതുപോലെ ഒന്നും കയറി ചെല്ലാൻ പറ്റില്ല, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോനാഗച്ചിയിലെ മണ്ണ് ചേർത്താണ് ഈ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ നിന്നും നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. രാത്രിയാവാനായതുകൊണ്ട് തന്നെ ഹൗറ ബ്രിഡ്ജിന് താഴെയുള്ള സ്ട്രീറ്റിൽ തിരക്ക് കൂടിയിട്ടുണ്ട്. ഏകദേശം 3 ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്താണ് ഞാൻ കൊൽക്കത്തയിലേക്ക് തിരിച്ചത്. പക്ഷേ ചില അപ്രതീക്ഷിതമായ കാരണങ്ങൾ കൊണ്ട് ഇന്ന് രാത്രി തന്നെ ഞാൻ കൊൽക്കത്തയിൽ നിന്നും തിരിച്ചു പോകുകയാണ്.
ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഉണ്ട്. പക്ഷെ അതെല്ലാം പാതി വഴിയിൽ നിർത്തി ഞാൻ യാത്ര തിരിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി പാതി വഴിയിൽ നിർത്തിയ ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ.